ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് 2020 ലോകകപ്പിൽ 3ാം കിരീടം ഇന്ത്യ സ്വന്തമാക്കുമ്പോൾ അതിൻ്റെ അമരത്ത് സഞ്ജുവുണ്ട്. തുടർച്ചയായ 3ാം മത്സരത്തിലും പ്ലെയർ ഓഫ് ദ മാച്ച് ആയിക്കൊണ്ടാണ് സഞ്ജു രാജ്യത്തിന് ഇന്ത്യക്ക് കിരീടം സമ്മാനിച്ചത്. 147 കോടി ജനങ്ങളുടെ പ്രതീക്ഷയായത്. സഞ്ജുവിനെ കുറിച്ച് വളരെ നന്നായിട്ട് പറയാൻ അറിയുന്ന രണ്ടുപേർ തന്നെയാണ് നമുക്കൊപ്പം ചേരുന്നത്. കേരള ക്രിക്കറ്റ് ലീഗിൽ സഞ്ജു സാംസന്റെ ടീമായ കേരള ടൈഗേഴ്സിന്റെ ഓണേഴ്സാണ് നമുക്കൊപ്പം ഉള്ളത്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ഹലോ, ഹായ്. ഞങ്ങൾ ഇന്ന് വരണമെന്ന് വിചാരിച്ചല്ല, പക്ഷേ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സഞ്ജു മാജിക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഞാൻ സഞ്ജുവിൻ്റെ മാനേജറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലത്തെ സംസാരത്തോടെ തീരുമാനിച്ചു എന്തായാലും ഇന്ന് വന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമുള്ളൂ. അങ്ങനെ ഇന്നലെ രാത്രി ടിക്കറ്റ് എടുത്തു. ഇന്ന് കറക്റ്റ് 6:20 ലാൻഡ് ചെയ്ത് ഇവിടെ വന്നു. അടിപൊളി. ഇതിൽ പരം ഒരു സന്തോഷം വേറെ ഇല്ല. വന്നതിൽ വളരെ സന്തോഷം. സപ്പോർട്ട് ചെയ്യാൻ പറ്റിയത് സഞ്ജുവിന്റെ വെടിക്കെട്ട്, ഇന്ത്യൻ കുപ്പായത്തിൽ സഞ്ജുവിന്റെ വെടിക്കെട്ട് പറ്റി ഒന്നുകൂടി കാണാൻ പറ്റി. അത് തീർച്ചയായിട്ടും സഞ്ജുവിന്റെ കളി കാണാനും ഇന്ത്യ കപ്പെടുക്കുന്നതിനും കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതെന്തായാലും നന്നായി. അത് രണ്ടും നടന്നു. ഓക്കെ, അപ്പോൾ സഞ്ജു ഇന്ത്യൻ ടീമിലെ സഞ്ജുവിന്റെ സ്ഥാനം ഇതോടെ അരക്കിട്ടുറപ്പിച്ചിരിക്കുകയാണ്. ഇനി സഞ്ജു റിട്ടയർ ചെയ്യുന്നവരെ എനിക്ക് തോന്നുന്നു 2020 സഞ്ജു തന്നെയായിരിക്കും ഓപ്പണർ. അത്രയ്ക്ക് നന്നായി. കാരണം ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, 2 നോക്കൗട്ട് മാച്ച്, ദെൻ ഫൈനൽ, 3ലും ഇന്ത്യക്ക് വളരെ വളരെ നല്ലൊരു അടിത്തറ പറഞ്ഞ് അതിൻ്റെ പുറകിൽ വന്ന ബാറ്റ്സ്മാൻമാർ അത് കളിച്ചത്. അങ്ങനെ സഞ്ജു നല്ലൊരു കളിക്കാരനായി മാറി. അപകടനയും ഒരുപാട് ഇതിനു ശേഷം ഉയർത്തെഴുന്നേറ്റ സഞ്ജു നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനം മാത്രമാണ്. കേരളക്കാർക്ക് മാത്രമല്ല, ഇന്ത്യക്കാർക്ക് മാത്രമല്ല, സമൂഹത്തിന് തന്നെ ഒരു പ്രചോദനമാണ്. തളർച്ചയിൽ ഒരിക്കലും വീടുപോകരുത്. എപ്പോഴും നിങ്ങൾക്കുള്ള അവിടെ ഉണ്ടാവും. ഉയർച്ചയിൽ അത് നിങ്ങൾക്ക് ഒരുതായിട്ട് മാറും, പ്രചോദനമായിട്ട് മാറും എന്നുള്ളത് സഞ്ജു തെളിയിച്ചിരിക്കുകയാണ്. ശരിക്കും സഞ്ജുവിന്റെ ജീവിതം എന്ന് പറയുന്ന ഒരു പാഠപുസ്തകമാക്കാൻ പറ്റിയ ജീവിതമാണ്. ഈ ലോകകപ്പ് തുടങ്ങുമ്പോൾ സഞ്ജു ചിത്രത്തിലില്ല. ആദ്യത്തെ ഒരു 4 മത്സരത്തിൽ സഞ്ജു ചിത്രത്തിലില്ല. അഭിഷേകിന് പനി വരുമ്പോൾ മാത്രം വരുന്നു. പിന്നീട് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പെർഫോമൻസുകളിൽ ഒന്നാണ് അദ്ദേഹം ഈ ഒരു 5 മത്സരം കൊണ്ട് കാഴ്ചവെച്ചിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. കാരണം നമുക്കറിയാം, ഇപ്പോൾ KCLന്റെ സമയത്ത് തന്നെ സഞ്ജു ഒത്തിരി പിള്ളേർക്ക് പ്രചോദനമായിരുന്നു. അപ്പോൾ ആ സഞ്ജു മാജിക് ഇപ്പോൾ ഇന്ത്യൻ മാജിക്കായി മാറിയെന്നും നിമിഷം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇനി എത്രയോ താരങ്ങൾ വളർന്നു വരാൻ പോകും. നമ്മുടെ കേരളത്തിന്റെ മുത്ത് എന്ന് മാത്രം പറയാൻ പറ്റില്ല, രാജ്യത്തിന്റെ മുത്തായി കഴിഞ്ഞു. മാജിക് ഇല്ലാത്ത ഇന്ത്യൻ ടീമിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഉറപ്പായിട്ടോ. സഞ്ജു നമുക്കറിയാം, KCL സഞ്ജു കൊച്ചിയുടെ ക്യാപ്റ്റനാണ്. ഇനിയിപ്പോൾ ഇന്ത്യയുടെ ക്യാപ്റ്റനാവാനുള്ള സാധ്യതയാണ് മുന്നിൽ വരുന്നത്. ആൾറെഡി ചില മാധ്യമങ്ങൾ അങ്ങനെയുള്ള ന്യൂസ് കൊടുത്തിട്ടുണ്ട്. കാരണം സൂര്യയുടെ ഫോമും ഔട്ട് ഓഫ് ഫോമും സൂര്യയുടെ വയസ്സും സഞ്ജുവിന് വളരെ പോസിറ്റീവായ ഒരിതാണ്. പക്ഷേ അഭിമുഖങ്ങൾക്ക് ഇവിടെ സഞ്ജു ക്യാപ്റ്റനാണോ ക്യാപ്റ്റൻ അല്ലോ, ഇന്ത്യൻ ടീമിൽ കളിക്കുക, ഇന്ത്യൻ ടീം തുടർച്ചയായ വിജയങ്ങൾ നേടുക എന്നതാണ് നമ്മുടെ എല്ലാ ആഗ്രഹം. എന്തായാലും സഞ്ജു നമുക്ക് ലോകകപ്പ് നേടി തന്നു, അത് നമ്മൾ അങ്ങ് ആഘോഷിക്കുക, അത്രേ ഉള്ളൂ. അതെ, സഞ്ജുവിനുള്ള കഴിവുണ്ട്. അതിന് കാമൻ കമ്പോഷർ ഇത്രയധികം ഉള്ള ഒരു പ്ലെയർ ഇന്ത്യൻ ടീമിൽ ഉണ്ടോ എന്ന് സംശയമാണ്. ഹി ഹാസ് ദ പൊട്ടൻഷ്യൽ ആൻഡ് വി ബിലീവ് ഹി വിൽ ബിക്കം. കാരണം സഞ്ജുവിന് രണ്ട് കൈൻഡ് ഓഫ് ഇന്നിങ്സുകളായിരുന്നു. പ്രത്യേകിച്ച് വെസ്റ്റ് ഇൻഡീസിനെതിരായ വളരെ കാം ആൻഡ് കമ്പോസ്ഡ് കാൽക്കുലേറ്റഡ് ഇന്നിങ്സ് ആയിരുന്നു. എന്നാൽ മറ്റു 2 ഇന്നിങ്സിൽ സഞ്ജു വളരെ ബ്രൂട്ടലായിട്ട് ഹിറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു പെർഫോമൻസ് നടന്നത്. അപ്പോൾ സഞ്ജുവിന് ഏതും പോകും. നമ്മൾ നമ്മുടെ KCL കളിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ഒറ്റ ഇതേ ഉള്ളൂ, ഒരു പ്ലെയർ ടീമിനെ മൊത്തം ഉണർത്തുക എന്നുള്ളത്. അതാണ് ഇന്ന് ഇപ്പോൾ ഈ സെമി ഫൈനൽ തൊട്ട് അതിന് തൊട്ട് മുമ്പുള്ള മാച്ച് തൊട്ട് സഞ്ജു ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒറ്റ ഒരാൾ പോരാടുമ്പോൾ ബാക്കി എല്ലാവരും തന്നെ വന്ന് ലൈനപ്പ് ചെയ്യുകയാണ്. ആ ഒരു മാജിക്ക് ഇനി അങ്ങോട്ട് എല്ലാ കളികളിലും നടക്കട്ടെ എന്ന്. അടുത്ത ദിവസങ്ങളിൽ സഞ്ജു ഇറങ്ങുമ്പോൾ കുറച്ചുകൂടി ഡിമാൻഡ് ആവും. തീർച്ചയായിട്ടും സഞ്ജുവിൻ്റെ ഇന്നത്തെ തന്നെ ഗെയിമിൽ 50 വരെ സഞ്ജു പതുക്കെ കളിക്കുകയും 50 ശേഷം പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്തു. അപ്പോൾ ഏത് പൊട്ടൻഷ്യലിൽ കളിക്കാൻ പറ്റുന്ന, സാഹചര്യങ്ങൾക്കനുസരിച്ച് കളിക്കാൻ പറ്റുന്ന കളിക്കാരനാണെന്ന് സഞ്ജു തെളിയിച്ചിരിക്കുകയാണ്. സഞ്ജുവിൻ്റെ ഈ ഫോം കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് വളരെ വളരെ ഒരു ഇമ്പോർട്ടൻസ് നൽകുന്നു. ഇന്ത്യയോടൊപ്പം കൊച്ചിൻ ബ്ലൂ ടൈഗേഴ്സും അറിയപ്പെടുന്നു, ലഭിക്കുന്നു. സോ അങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, സഞ്ജുവിന്റെ ഈ ഒരു കൈൻഡ് ഓഫ് പ്രകടനം അടുത്ത ദിവസങ്ങളിൽ KCL വലിയ ഗുണം ചെയ്യുന്നു. തീർച്ചയായിട്ടും ഇന്ത്യ KCLന്റെ സീസൺ അടുത്ത ഓഗസ്റ്റിലാണ്. അപ്പോൾ സഞ്ജുവിൽ നിന്ന് ഇതിൽ ഒരുപാട് നല്ല ഇന്നിങ്സുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും KCL-ലും രാജ്യത്തിന് വേണ്ടിയും ഒരുപാട് മികച്ച പെർഫോമൻസ് സഞ്ജു ഇനിയും നടത്തട്ടെ.